40 വയസ്സ് കഴിഞ്ഞ പുരുഷന്മാരിൽ വളരെ സാധാരണയായിട്ട് കണ്ടുവരുന്ന ഒരു രോഗാവസ്ഥയാണ് BPH അല്ലെങ്കിൽ ബിനൈൻ പ്രോസ്റ്റാറ്റിക് ഹൈപ്പർപ്ലേഷ്യ അല്ലെങ്കിൽ പ്രോസ്റ്റേറ്റിക് ഗ്രന്ഥി വീക്കം. ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പൊതുവെ പുരുഷന്മാർ കാണിക്കുന്ന ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പലതവണ മൂത്രമൊഴിക്കാൻ പോവുക, അല്ലെങ്കിൽ രാത്രിയിൽ പലതവണ മൂത്രമൊഴിക്കാൻ എണീക്കേണ്ടി വരിക. ഇത് കാരണം ഉറക്കം നഷ്ടപ്പെടുന്ന അവസ്ഥ, മൂത്രം വളരെ തിന്നായിട്ട് നൂല് പോലെ പോവുക, തീരെ സാറ്റിസ്ഫൈഡ് അല്ലാതെ, അല്ലെങ്കിൽ മൂത്രം ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ മൂത്രം ഒഴിക്കാനുണ്ട് എന്നുള്ള ഫീല് വരിക, കുറച്ച് തുള്ളി മൂത്രമൊക്കെ പിന്നീട് മടിവസ്ത്രത്തിൽ പോവുക. ഇങ്ങനത്തെ അവസ്ഥ പൊതുവെ കോമൺ ആയിട്ട് കണ്ടുവരാറുണ്ട്. പലപ്പോഴും ഇതൊരു രോഗമാണ് അവർ തിരിച്ചറിയുന്നത് ഈ ഒരു സിംറ്റംസ് തീരെ സഹിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് വരുമ്പോഴാണ്. ഇതേപോലെ ഇതിൻ്റെ കൂടെ കാണുന്ന കുറച്ച് ലക്ഷണങ്ങളാണ് ഉദ്ധാരണക്കുറവ്, ഉദ്ധാരണം ഉണ്ടെങ്കിലും തീരെ ഒരു ബലം കിട്ടാത്തൊരവസ്ഥ, അല്ലെങ്കിൽ സമയക്കുറവ്, ഇങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊക്കെ. പലപ്പോഴും ഒരു 4-5 സിറ്റിംഗ് കഴിയുമ്പോഴായിരിക്കും പലരും ഇങ്ങനെയുള്ള ഉദ്ധാരണ പ്രശ്നങ്ങളും അല്ലെങ്കിൽ സമയക്കുറവൊക്കെ അവർ നമ്മളോട് പറയുന്നത്. അല്ലെങ്കിൽ ചിലപ്പോൾ ചിലർ ഡയറക്റ്റ്ലി ഒരു സെക്ഷൽ ബുദ്ധിമുട്ടും ആയിട്ടായിരിക്കും നമ്മുടെ അടുത്ത് വരുന്നത്. പിന്നീടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻസ് ഒക്കെ കഴിയുമ്പോഴായിരിക്കും ഇവർക്ക് പ്രോസ്റ്റേറ്റിക് ഗ്രന്ഥി വീക്കം ഉണ്ട് എന്നുള്ളത് തിരിച്ചറിയുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് പ്രോസ്റ്റേറ്റിക് ഗ്രന്ഥി വീക്കം, ഇതുണ്ടെങ്കിൽ എങ്ങനെയാണ് ഇത് ഈ ഒരു മൂത്രത്തിനെ ഇത്രയധികം ബാധിക്കുന്നത്, സെക്ഷലിയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ എന്തുകൊണ്ടാണ് വരുന്നത്, ഇത് ആരിലേക്കാണ് വരുന്നത്, അതേപോലെ തന്നെ ഇതിൻ്റെ ചികിത്സാ രീതി, മാനേജ്മെൻറ്റ്, ഇതൊക്കെ എങ്ങനെയാണെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. ഞാൻ ഡോക്ടർ ടിനു എസ്, സീനിയർ കൺസൾട്ടൻറ്റ്, ഡോക്ടർ ബാസിൽ സോമിയോ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല. എന്താണ് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി, എന്താണ് പ്രോസ്റ്റേറ്റിക് ഗ്രന്ഥി വീക്കം, ഇതെങ്ങനെയാണ് ഈ ഒരു മൂത്ര തടസ്സം ഉണ്ടാക്കുന്നത്, എങ്ങനെയാണ് ഇത് ഒരു സെക്ഷലിയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ് ആദ്യമായിട്ട് നമ്മൾ പറയാൻ പോകുന്നത്. ഈ ഒരു പ്രോസ്റ്റേറ്റിക് ഗ്രന്ഥി എന്ന് പറയുമ്പോൾ ഇത് മൂത്രസഞ്ചിക്ക് തൊട്ട് താഴെ മൂത്രനാളിക്ക് ചുറ്റുമായിട്ട് ഒരു വാൾനട്ട് ഷേപ്പിൽ അല്ലെങ്കിൽ ഒരു നെല്ലിക്ക വലുപ്പത്തിൽ കാണപ്പെടുന്ന ഒരു ഗ്രന്ഥിയാണ്. ഇത് ശുക്ലോത്പാദനമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ഗ്രന്ഥിയാണ്. അതായത് സ്ഖലനം നടക്കുമ്പോൾ ശുക്ലം പുറത്ത് വരാനും അതേപോലെ തന്നെ ഈ ഒരു സ്പേമിൻ്റെ ഹെൽത്തിനെയൊക്കെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നതും പിന്നെ ഈ ഒരു ശുക്ലം ഉൽപ്പാദിപ്പിക്കുന്നതും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ഗ്രന്ഥിയാണിത്. അതേപോലെ തന്നെ ഇത് കുട്ടികളിൽ ഇത് ആക്റ്റീവ് ആവില്ല. ഒരു 10 വയസ്സ് കഴിഞ്ഞാലാണ് ഇത് ഫങ്ഷനിങ് ആയി തുടങ്ങുന്നത്. അതായത് ഒരു 12 മുതൽ 14 വയസ്സൊക്കെ ആവുമ്പോഴാണ് ഇതൊരു ഫങ്ഷനിങ് എന്നുള്ള രീതിയിലേക്ക് എത്തുന്നത്. അതേപോലെ ഒരു 40 വയസ്സ് കഴിയുമ്പോൾ പതുക്കെ ചിലപ്പോൾ ഇതിൻ്റെ ഒരു പ്രവർത്തനം കുറയാൻ തുടങ്ങും, അല്ലെങ്കിൽ ഇത് വീങ്ങാൻ തുടങ്ങും. വീങ്ങാന്ന് പറയുമ്പോൾ ഇതിൻ്റെ സൈസ് കൂടും. അപ്പോൾ ഇതിങ്ങനെ സൈസ് കൂടുമ്പോൾ എന്താ സംഭവിക്കുന്നത്, ഇത് മൂത്രനാളിക്ക് ചുറ്റുമാണ് ഇത് കാണപ്പെടുന്നത്. അപ്പോൾ മൂത്രനാളിക്ക് ചുറ്റും കാണുന്ന ഈ ഒരു ഗ്രന്ഥി വീങ്ങുമ്പോൾ ഇത് മൂത്രനാളിയെ പോയിട്ട് പ്രസ് ചെയ്യാനും അതുപോലെ തന്നെ ഈ ഒരു മൂത്രസഞ്ചിയിൽ നിന്ന് കൃത്യമായിട്ട് പുറത്ത് വരാത്തൊരവസ്ഥ പൊതുവെ കാണാറുണ്ട്. അതായത് ഈ പറഞ്ഞ രീതിയിൽ മൂത്രം ഇങ്ങനെ തിന്നായിട്ട് പോരുക, മൂത്രം ഇറ്റിറ്റായിട്ട് പോവുക, മൂത്രം ഒഴിക്കാൻ തോന്നിയാലും ചിലപ്പോൾ മൂത്രം വരാനുള്ളൊരു പ്രയാസം, ഇങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊക്കെ ഇത് വീങ്ങുമ്പോൾ പൊതുവെ കാണാറുണ്ട്. പിന്നെ വേറൊരു പ്രോബ്ലം എന്ന് പറയുന്നത് ഈ ഒരു സെക്ഷലിയുള്ള ബുദ്ധിമുട്ടുകളാണ്. അതായത് ഈ ഒരു പ്രോസ്റ്റേറ്റിക് ഗ്രന്ഥി ഞാൻ പറഞ്ഞല്ലോ ശുക്ലോത്പാദനവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ഗ്രന്ഥിയാണ്. അപ്പോൾ ഇതിനെ വീങ്ങുമ്പോൾ എന്തായാലും ഇത് സ്ഖലനത്തിനെ ബാധിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് പലപ്പോഴും പ്രീമച്വർ ഇജാക്കുലേഷൻ അല്ലെങ്കിൽ ശീഘ്രസ്ഖലനം പോലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാറുണ്ട്. പലപ്പോഴും പ്രോസ്റ്റേറ്റിക് ഗ്രന്ഥി വീങ്ങുമ്പോൾ ഇത് ആ ഒരു പെൽവിക് ഏരിയയിൽ രക്തയോട്ടത്തിനെ ബാധിക്കാറുണ്ട്. രക്തയോട്ടത്തിനെ ബ്ലോക്ക് ചെയ്യുമ്പോൾ ഉദ്ധാരണക്കുറവ് ഉണ്ടാവാറുണ്ട്. ചിലപ്പോൾ ഈ ഒരു ഭാഗത്തെ ഞരമ്പുകളെ ബ്ലോക്ക് ചെയ്യുകയും ഞരമ്പിന് താൽക്കാലികമായിട്ടുള്ള നീർക്കെട്ടോ കാര്യങ്ങളോ വരുമ്പോൾ ഇത് ഉദ്ധാരണക്കുറവും കാര്യങ്ങളും ഉണ്ടാക്കാറുണ്ട്. ഇതുകൊണ്ടാണ് പൊതുവെ ഇങ്ങനെ പ്രോസ്റ്റേറ്റിക് ഗ്രന്ഥി വീക്കം ഉണ്ടെങ്കിൽ ഈ ഒരു മൂത്രത്തിൻ്റെ ബുദ്ധിമുട്ടിന് പുറമെ ഉദ്ധാരണ പ്രശ്നം, സമയ പ്രശ്നം, ഇങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊക്കെ കോമൺ ആയിട്ട് കാണുന്നത്. ഇനി അടുത്തതായിട്ട് ഈ ഒരു പ്രോസ്റ്റേറ്റിക് ഗ്രന്ഥി വീക്കം ഉണ്ടെങ്കിൽ എന്തൊക്കെ ലക്ഷണങ്ങളാണ് ഒരാൾ കാണിക്കുന്നത് എന്നുള്ളത് ഞാൻ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ പറയാം. അതായത് ഞാൻ വീഡിയോയുടെ തുടക്കത്തിലേ പറഞ്ഞു, മൂത്രം വരാനുള്ള താമസം. അതായത് മൂത്രം ഒഴിക്കാൻ നിങ്ങൾ പോയി നിന്നാൽ ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞിട്ടേ മൂത്രം വരുള്ളൂ. ഇങ്ങനത്തെ ഒരവസ്ഥ ഉണ്ടാവാറുണ്ട്. ചിലർക്ക് മൂത്രം കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ, അതായത് മൂത്രം ഒഴിക്കണം എന്നുള്ള തോന്നൽ മനസ്സിലേക്ക് വരുമ്പോൾ മൂത്രം കൺട്രോൾ ഇല്ലാതെ പോകും. അങ്ങനത്തെ ഒരു അവസ്ഥ വരാറുണ്ട്. ചിലർ പറയും, ഡോക്ടറെ ഞാൻ എണീറ്റ് ആ ഒരു ബാത്റൂമിലേക്ക് പോകേണ്ട ആ ഒരു സമയം എനിക്ക് കിട്ടുന്നില്ല, അതിന് മുന്നേ എനിക്കിങ്ങനെ പോവുകയാണ്, എനിക്കൊരു പബ്ലിക്കിലൊന്നും പോകാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ബുദ്ധിമുട്ടില്ല, മൂത്രം ഒഴിക്കണം എന്ന് ഞാൻ ചിന്തിക്കുമ്പോൾ ഉടനെ കൺട്രോൾ പോവുകയാണെന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അതേപോലെ തന്നെ മൂത്രം ഒഴിക്കുന്ന സമയത്ത് ആ ഒരു മൂത്രം തീരെ തിന്നായിട്ട് പോവുക, സ്പീഡില്ലാണ്ട് നൂല് പോലെ പോവുക, അല്ലെങ്കിൽ മൂത്രം ഇങ്ങനെ സ്പ്ലിറ്റായിട്ട്
തുള്ളി തുള്ളിയായിട്ട് പോവുക, മൂത്രം ഒഴിക്കാനൊന്ന് മുക്കേണ്ടി വരിക, ഇങ്ങനത്തെ ഒരവസ്ഥ, മൂത്രത്തിൻ്റെ ഒരു തള്ളലില്ലാത്ത ഒരു ഷേപ്പ് വ്യത്യാസം ഉണ്ടാവുക, ഇങ്ങനത്തെ അവസ്ഥയൊക്കെ പൊതുവെ കാണാറുണ്ട്. അതേപോലെ തന്നെ മൂത്രം ഒഴിച്ച് കഴിഞ്ഞാൽ മൂത്രം മുഴുവനായിട്ട് പോയിട്ടില്ല, കുറച്ച് മൂത്രം കൂടെ പോകാനുണ്ട് എന്നുള്ളൊരവസ്ഥ, കുറച്ച് നേരം കൂടെ വെയിറ്റ് ചെയ്തിട്ട് ബാക്കി മൂത്രം കൂടെ ഒഴിക്കേണ്ട അവസ്ഥ. ചിലർക്ക് മൂത്രം ഒഴിച്ച് വന്നു കഴിഞ്ഞാൽ കുറച്ച് 1-2 തുള്ളിയൊക്കെ അടിവസ്ത്രത്തിൽ പോകുന്ന അവസ്ഥയും പറയാറുണ്ട്. പലപ്പോഴും ഈ ഒരു 1-2 തുള്ളി അടിവസ്ത്രത്തിൽ പോകുന്നത് ഒരു വലിയ ബുദ്ധിമുട്ടായിട്ട് എല്ലാവരും പറയാറുണ്ട്. കാരണം പലർക്കും പ്രാർത്ഥനയുടെ ടൈമിലൊക്കെ വളരെ ക്ലീൻ ആയിട്ട് ഇരിക്കേണ്ട ഒരു അവസ്ഥ വരാറുണ്ട്. അപ്പം ഇങ്ങനെയുള്ള സമയങ്ങളിലൊക്കെ ഇവർക്ക് ഈ ഒരു എന്താ പറയുക, ഈ ഒരു തുള്ളി വരുന്നത് അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല, എപ്പോൾ ഈ ഒരു തുള്ളി വരും എന്ന് അവർക്ക് അറിയുന്നില്ല, ഈ ഒരു അവസ്ഥ പറയാറുണ്ട്. പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ പലതവണ മൂത്രമൊഴിക്കാൻ പോകേണ്ട ഒരു അവസ്ഥ. അതായത് ഒന്ന് ട്രാവൽ ചെയ്യാൻ പറ്റില്ല, 1 മണിക്കൂറൊക്കെ ഒരു ബസ്സിലിരുന്ന് ട്രാവൽ ചെയ്താലൊക്കെ മൂത്രം കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, മൂത്രം ഒഴിക്കണം എന്നുള്ളൊരു തോന്നൽ, ഒരു പബ്ലിക് ടോയ്ലറ്റ് ഇല്ലാത്തൊരു സ്ഥലത്ത് പോകാനുള്ള പേടി കാരണം മൂത്രം ഒഴിക്കാൻ തോന്നിയാൽ എന്ത് ചെയ്യും എന്നുള്ളൊരവസ്ഥ. അതേപോലെ രാത്രിയിൽ പലതവണ മൂത്രം ഒഴിക്കാൻ എണീക്കുന്നത് കാരണം ഉറക്കം നഷ്ടപ്പെടുന്ന അവസ്ഥ. കാരണം മൂത്രമൊഴിക്കാൻ പോയാലും പെട്ടെന്ന് അത് കംപ്ലീറ്റ് ചെയ്ത് വരാൻ അവർക്ക് പറ്റുന്നില്ല, ഇതൊരു പ്രധാന കാരണമാണ് ഉറക്കക്കുറവിന്. അതേപോലെ മൂത്രം ഒഴിച്ച് കഴിഞ്ഞാൽ വേദന, അല്ലെങ്കിൽ മൂത്രം ഒഴിക്കാൻ തുടങ്ങുമ്പോഴേ വേദന വരിക, അടിവയറിന് വേദന, പുക്കിളിൻ്റെ ചുറ്റും വേദന വരിക, ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ വളരെ കോമൺ ആയിട്ട് മൂത്രമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇവർ പറയാറുള്ള ലക്ഷണങ്ങളാണ്. അതേപോലെ തന്നെ ഈ ഒരു ഉദ്ധാരണക്കുറവ്, അതായത് ഉദ്ധാരണം കിട്ടാനുള്ള പ്രയാസം, ഇൻ കേസ് ഉദ്ധാരണം ഉണ്ടെങ്കിൽ തന്നെ ഭയങ്കരമായിട്ടുള്ള ബലക്കുറവ്, ഈ ഇതിൻ്റെ ഇടയിൽ വെച്ചിട്ട് ഉദ്ധാരണം നഷ്ടപ്പെടുന്നൊരവസ്ഥ, അതേപോലെ തന്നെ താല്പര്യക്കുറവ് പലരും പറയാറുണ്ട്, അതേപോലെ സമയക്കുറവ്, ഇതും പലരും ഒരു വലിയ ബുദ്ധിമുട്ടായിട്ട് പറയാറുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് പൊതുവേ ഈ ഒരു മൂത്രം ആയിട്ട് ബന്ധപ്പെട്ടിട്ടും സെക്ഷലി ആയിട്ട് ബന്ധപ്പെട്ടിട്ടൊക്കെ ഈ ഒരു പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വീക്കം ഉണ്ടെങ്കിൽ ഒരാൾ കാണിക്കുന്ന ലക്ഷണങ്ങൾ. അടുത്തതായിട്ട് ഈ ഒരു പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വീക്കം കാരണം മൂത്രത്തിൽ ഇൻഫെക്ഷൻ വരിക, അല്ലെങ്കിൽ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിക്ക് ഇൻഫെക്ഷൻ വരിക, ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ പലരും പറയാറുണ്ട്. ഇങ്ങനെയുള്ള അവസ്ഥകളിൽ പലപ്പോഴും ഇത് ക്യാൻസർ ആണോ എന്നൊക്കെ പലരും തെറ്റിദ്ധരിക്കാറുണ്ട്. കാരണം വേദന, മൂത്രത്തിലെ ബ്ലഡിൻ്റെ അംശം, അല്ലെങ്കിൽ ബീജത്തിലെ ബ്ലഡിൻ്റെ അംശം, ഇങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊക്കെ വരുമ്പോൾ പലപ്പോഴും ഇവർ ഇത് ക്യാൻസർ ആണോ എന്നൊക്കെ വിചാരിച്ചിട്ട് പേടിക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിക്ക് എങ്ങനെയാണ് ഇൻഫെക്ഷൻ വരുന്നത് എന്നുള്ളത് പറയാം. അതായത് ഈ ഒരു പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിക്ക് വീക്കം ഉണ്ടെങ്കിൽ മൂത്രസഞ്ചിയിൽ നിന്ന് പ്രോപ്പറായിട്ട് മൂത്രം പുറത്തേക്ക് വരുന്നില്ല, അല്ലെങ്കിൽ മുഴുവനായിട്ട് വരുന്നില്ല. മൂത്രസഞ്ചിയിൽ മൂത്രം പലപ്പോഴും കെട്ടി നിൽക്കുന്ന ഒരവസ്ഥ കാണാറുണ്ട്. ഇങ്ങനെയുള്ള അവസ്ഥകളിൽ ഈ ഒരു മൂത്രസഞ്ചിയിൽ ബാക്ടീരിയ വളരാൻ വേണ്ടിയിട്ട് കാരണമാവാറുണ്ട്. ഇങ്ങനെ ഉണ്ടാവുമ്പോൾ മൂത്രത്തിൽ ഇൻഫെക്ഷൻ ഉണ്ടാവാനും ഇത് പിന്നീട് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിക്ക് ഇൻഫെക്ഷൻ ഉണ്ടാവും കാരണമാവാറുണ്ട്. ഇങ്ങനെയുള്ളവരിൽ പൊതുവെ മൂത്രം ഒഴിക്കാനാവുമ്പോൾ തന്നെ വേദന, അല്ലെങ്കിൽ മൂത്രം ഒഴിക്കുമ്പോൾ വേദന, അല്ലെങ്കിൽ മൂത്രം ഒഴിച്ച് കഴിഞ്ഞാൽ അസഹനീയമായ വേദന, കടച്ചിൽ, കുത്തൽ, ചുട്ടുനീറ്റൽ, ഇങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ, എരിച്ചിൽ, ഇങ്ങനെയൊക്കെ കാണാറുണ്ട്. അല്ലെങ്കിൽ മൂത്രത്തിന് ഭയങ്കരമായിട്ടുള്ളൊരു മഞ്ഞ കളറ്, മൂത്രം വളരെ കുറച്ച് പോരുക, അതേപോലെ മൂത്രത്തിൻ്റെ ഒരു ചൂട് ഫീൽ ചെയ്യുക, അല്ലെങ്കിൽ മൂത്രത്തിൻ്റെ ബ്ലഡിൻ്റെ അംശം, അല്ലെങ്കിൽ സെക്ഷൽ ഇൻ്റർകോഴ്സിൻ്റെ ടൈമിൽ ആ ഒരു സ്ഖലനം നടക്കുന്ന ടൈമിൽ ചിലർക്ക് വേദന ഫീൽ ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ സ്ഖലനം നടക്കുമ്പോൾ ആ ഒരു ശുക്ലത്തിൽ ബ്ലഡിൻ്റെ അംശം കാണാറുണ്ട്. ഇങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊക്കെ ഇങ്ങനെ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിക്ക് ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ കാണാറുണ്ട്. അപ്പോൾ പലപ്പോഴും പലരും ഇത് ക്യാൻസർ ആണോ എന്ന് തെറ്റിദ്ധരിക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിക്ക് ക്യാൻസർ ഒക്കെ ഉണ്ടോ എന്ന് നമുക്ക് തിരിച്ചറിയാൻ വേണ്ടിയിട്ടുള്ള ടെസ്റ്റുകൾ ഞാൻ പറയാം. അതായത് പൊതുവെ നമുക്ക് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വീക്കം ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്, വയറിൻ്റെ ഒരു അൾട്രാസൗണ്ട് സ്കാൻ എടുത്ത് നോക്കാറുണ്ട്, PSA ലെവൽ നോർമൽ ആണോ എന്ന് ചെക്ക് ചെയ്യാറുണ്ട്. പിന്നെ അതേപോലെ ചിലരൊക്കെ യൂറോഫ്ലോമെട്രി പറഞ്ഞിട്ടുള്ള ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. പിന്നെ ഇതിൽ എന്തെങ്കിലും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലാണ് നമ്മളിത് ക്യാൻസർ ആണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ടുകളാണോ എന്നൊക്കെ നമ്മൾ നോക്കുന്നത്. അപ്പോൾ പൊതുവേ നമുക്ക് സ്കാനിങ് എടുക്കുമ്പോൾ അൾട്രാസൗണ്ട്, നോർമൽ അടിവയറിൻ്റെ ഒരു അൾട്രാസൗണ്ട് സ്കാനിങ് എടുത്തു കഴിഞ്ഞാൽ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വീക്കം ഉണ്ടോ എന്നുള്ളത് മനസ്സിലാവും. പിന്നെ അതേപോലെ അതിൽ എന്തെങ്കിലുമൊക്കെ ഒരു എന്താ പറയുക, ഒരു ചേഞ്ചസ് നമുക്ക് കണ്ടു കഴിഞ്ഞാലാണ് നമ്മളതിനെ പിന്നീട് നമ്മൾ MRI അല്ലെങ്കിൽ CT എടുക്കാനൊക്കെ വിടുന്നത്. ഇതിലാണ് അങ്ങനെ MRI ഒക്കെ എടുത്തു കഴിഞ്ഞാലാണ് പൊതുവേ നമുക്ക് ക്യാൻസറസ് ആയിട്ടുള്ള ഗ്രോത്തിന് എന്തെങ്കിലും സാധ്യത ഉണ്ടോ എന്നുള്ളത് നമുക്ക് തിരിച്ചറിയുന്നത്. ഇങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ പിന്നീട് ബയോപ്സി ചെയ്യും. ബയോപ്സി ചെയ്ത് കഴിഞ്ഞാൽ ക്യാൻസറൊക്കെ ഉണ്ടോ എന്നുള്ളത് പൊതുവെ തിരിച്ചറിയാൻ സാധിക്കാറുണ്ട്. അതേപോലെ തന്നെ PSA ലെവൽ കൂടുന്നൊരവസ്ഥയൊക്കെ പൊതുവെ കാണാറുണ്ട്. അതായത്
പൊതുവെ മൂത്രത്തിൽ ഇൻഫെക്ഷൻ ഉള്ളവർക്ക് പുരുഷന്മാരിൽ ചിലപ്പോൾ PSA ലെവൽ, അതായത് പ്രോസ്റ്റേറ്റ് സ്പെസിഫിക് ആൻറ്റിജൻ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ടെസ്റ്റ് കൂടുതൽ കാണാറുണ്ട്. അതേപോലെ തന്നെ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിക്ക് നേരത്തെ പറഞ്ഞ പോലെ മൂത്രസഞ്ചിയിൽ മൂത്രം കെട്ടി നിന്ന് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിക്ക് ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ പൊതുവെ PSA ലെവൽ കൂടിയിട്ട് കാണാറുണ്ട്. അങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊന്നും നമ്മളിത് ക്യാൻസർ ആണോ എന്ന് തെറ്റിദ്ധരിക്കേണ്ട ആവശ്യമില്ല. കാരണം പലപ്പോഴും ആ ഒരു ഇൻഫെക്ഷൻ നമ്മൾ മാറ്റിയാൽ തന്നെ, ഇൻഫെക്ഷൻ ട്രീറ്റ് ചെയ്ത് മാറ്റിയാൽ തന്നെ ആ ഒരു PSA ലെവൽ നോർമലാവും. പക്ഷേ നമ്മൾ ഇതൊന്നും ചെയ്തിട്ടും ഈ ഒരു PSA ലെവൽ മാറുന്നില്ല, അതിങ്ങനെ ഹൈ ആയിക്കൊണ്ടിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ മാത്രം അതൊരു ക്യാൻസർ ആണോ എന്നുള്ളത് നമ്മൾ നോക്കിയാൽ മതി. പിന്നെ അതേപോലെ തന്നെ നമ്മൾ PSA ലെവൽ ഈ മന്ത് ചെക്ക് ചെയ്തപ്പോൾ അത് നോർമൽ ലെവലിൽ നിൽക്കുന്നുണ്ട്. പക്ഷെ അടുത്ത മാസം, അതായത് അടുത്ത ഒരു മാസം കഴിഞ്ഞിട്ട് ചെക്ക് ചെയ്യുമ്പോൾ പെട്ടെന്ന് PSA ലെവൽ കൂടിയെന്ന് കണ്ടാൽ ഉടനെ നിങ്ങൾ ചെയ്യേണ്ടത് യൂറിൻ ഒരു റുട്ടീൻ എക്സാമിനേഷൻ ചെയ്തിട്ട് മൂത്രത്തിന് എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടോ എന്നൊക്കെ നോക്കുകയാണ്. അല്ലാതെ ഉടനെ അത് ക്യാൻസർ ആണോ എന്ന് പേടിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ ഇത്രയും ടെസ്റ്റുകളാണ് പൊതുവെ നമുക്ക് നോർമലി ഒരു BPH അല്ലെങ്കിൽ പ്രോസ്റ്റേറ്റിക് ഗ്രന്ഥി വീക്കം ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ക്യാൻസർ ആണോ എന്നൊക്കെ നോക്കാനൊക്കെ നമ്മൾ ചെയ്യുന്ന ടെസ്റ്റുകൾ. അടുത്തതായിട്ട് നമുക്ക് വീട്ടിൽ എന്തൊക്കെ കാര്യങ്ങൾ നമുക്കിതിന് വേണ്ടിയിട്ട് ചെയ്യാൻ കഴിയും എന്നുള്ളത് പറയാം. അതായത് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ നന്നായിട്ട് വെള്ളം കുടിക്കുക എന്നുള്ളതാണ്. ആ വെള്ളം കുടിക്കുന്ന രീതി എങ്ങനെയാണെന്നുള്ളതും പറയാം. അതായത് നമ്മളൊരു രാവിലെ എണീറ്റ് വൈകിട്ട് ഒരു 6 മണി വരെ നന്നായിട്ട് വെള്ളം കുടിക്കുക. അത് പല തവണകളായിട്ടാണ് കുടിക്കേണ്ടത്. ഒരിക്കലും ഒരു കുപ്പി വെള്ളം ഒരുമിച്ച് കുടിച്ച് പിന്നീട് കുറേ പ്രാവശ്യം മൂത്രമൊഴിക്കാൻ പോകുന്നൊരവസ്ഥ അങ്ങനെ ഉണ്ടാവരുത്. നമ്മൾ പല തവണകളായിട്ടാണ് ഒരു 2.5-3 ലിറ്റർ വെള്ളം കുടിച്ച് തീർക്കേണ്ടത്. അതേപോലെ വൈകിട്ട് ഒരു 6 മണിക്ക് ശേഷം നിങ്ങൾക്ക് ദാഹമുണ്ടെങ്കിൽ മാത്രം വെള്ളം കുടിക്കുക. ദാഹമില്ലെങ്കിൽ വെറുതെ നിങ്ങൾ വെള്ളം കുടിക്കേണ്ട. കാരണം അതിന് മുന്നേ നിങ്ങൾ ആ ഒരു ദിവസത്തിന് ആവശ്യമായിട്ടുള്ള വെള്ളം നിങ്ങൾ കുടിച്ചിട്ടുണ്ട്. ഒരു 6 മണിക്ക് ശേഷം നിങ്ങൾ വെള്ളം കുടിക്കുമ്പോഴാണ് രാത്രിയിൽ പലതവണ മൂത്രമൊഴിക്കാൻ എണീക്കേണ്ട ഒരവസ്ഥ വരുന്നത്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഷുഗറൊക്കെ ഉണ്ടെങ്കിൽ അത് കൺട്രോൾ ചെയ്യുക. കാരണം ഷുഗർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ പലതവണ മൂത്രമൊഴിക്കേണ്ട ഒരു അവസ്ഥ പൊതുവെ വരാറുണ്ട്. അപ്പോൾ നമുക്ക് ഇത് ഈ ഒരു പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വീക്കം കാരണമാണോ അതോ ഇതൊരു ഷുഗർ കാരണമാണോ എന്നുള്ളത് പലപ്പോഴും നമുക്ക് തെറ്റിദ്ധരിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഷുഗർ ഉണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് ഡയറ്റ് ചെയ്ത് കൺട്രോൾ ചെയ്യുക. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾക്ക് ഫാമിലിയിൽ ആർക്കെങ്കിലും പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വീക്കം ഉണ്ടെങ്കിൽ, അതായത് നിങ്ങളുടെ സിബ്ലിങ്സിനോ അല്ലെങ്കിൽ അച്ഛനോ അങ്ങനെ ആർക്കെങ്കിലും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു 40 വയസ്സ് കഴിഞ്ഞാൽ എന്തായാലും നിങ്ങൾക്ക് ലക്ഷണങ്ങളൊന്നും കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ ഒരു സ്കാനിങ് എടുക്കുക, അല്ലെങ്കിൽ PSA ലെവൽ ചെക്ക് ചെയ്യുക, യൂറിൻ എക്സാമിനേഷൻ നടത്തുക, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്യുക. എന്തെങ്കിലും മൈന്യൂട്ട് സിംറ്റംസ് കണ്ടാൽ തന്നെ അതിന് ട്രീറ്റ്മെൻറ്റ് എടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടും ചെയ്യാനുള്ളത്. ഇത് വരാതിരിക്കാനൊക്കെ നമുക്ക് ആ രീതിയിലാണ് നമുക്ക് നോക്കാൻ പറ്റുന്നത്. പിന്നെ അടുത്തതായിട്ട് പറയാനുള്ളത് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ശോധന പ്രോപ്പർ ആക്കുക എന്നുള്ളതാണ്. അതായത് മോഷൻ പോകാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒരുപാട് നേരം മുക്കുന്നൊക്കെ അവസ്ഥ ഉണ്ടെങ്കിൽ ഇത് ഈ ഒരു യൂറിൻ വരുന്ന ആ ഒരു മൂത്രനാളിയെ ബാധിക്കുന്നതോ അല്ലെങ്കിൽ മൂത്രസഞ്ചിയിലുള്ള മസിൽസിനെയൊക്കെ ബാധിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനത്തെ അവസ്ഥ വരുമ്പോൾ ചിലപ്പോൾ ഈ ഒരു പ്രോസ്റ്റേറ്റിക് ഗ്രന്ഥി വീക്കം മാറിയാൽ പോലും ചിലപ്പോൾ ഒരു എന്താ പറയുക, മൂത്രം നിങ്ങൾക്ക് പിടിച്ച് നിൽക്കാൻ പറ്റാത്തൊരവസ്ഥ, അല്ലെങ്കിൽ മൂത്രം പോകുമ്പോൾ കുറേ പ്രസ് ചെയ്ത് കൊടുക്കേണ്ട അവസ്ഥ, മൂത്രം കൃത്യമായിട്ട് പോകുന്നില്ല, ഇങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊക്കെ വരാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. ശോധന പ്രോപ്പർ അല്ലേ, നിങ്ങൾ കൃത്യമായിട്ട് വെജിറ്റബിൾസും ഫൈബേഴ്സും എടുക്കുന്നില്ലേ, റെഡ് മീറ്റ് ഒന്നും കൂടുതൽ എടുക്കുന്നില്ലല്ലോ, എണ്ണമേക്കുള്ള ആഹാരമൊന്നും എടുക്കുന്നില്ലല്ലോ, ഇതൊക്കെ കൃത്യമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക ഒരു 40 വയസ്സ് കഴിയാറാവുമ്പോൾ. പിന്നെ അടുത്തതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു മൂത്രം ഒഴിക്കുമ്പോൾ നിങ്ങൾക്ക് വേദനയോ മൂത്രത്തിൽ ബ്ലഡോ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ കാണുമ്പോൾ ഇതിന് കൂടെ നിങ്ങൾക്ക് പനിയൊക്കെ വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് ഒരു ഡോക്ടറെ അടുത്ത് പോയിട്ട് ഇത് പ്രോസ്റ്റേറ്റിൻ്റെ ഇൻഫെക്ഷനോ അല്ലെങ്കിൽ മറ്റ് കോംപ്ലിക്കേഷൻസൊന്നും അല്ലല്ലോ എന്നുള്ളത് കൃത്യമായിട്ട് ഉറപ്പ് വരുത്തുക എന്നുള്ളതാണ്. പിന്നെ അതേപോലെ രാത്രിയിൽ നിങ്ങൾ ഈ ഒരു ചായ, കാപ്പി ഇങ്ങനത്തെ കഫീനേറ്റഡ് ഐറ്റംസ് എടുക്കുന്നത് പരമാവധി ഒഴിവാക്കുക. പിന്നെ ആൽക്കഹോൾ ഇൻടേക്ക് ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കുക എന്നുള്ളതാണ്. പിന്നെ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വീക്കം ഭാവിയിൽ ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കാൻ കാരണമാവാറുണ്ട്. അതായത് കിഡ്നി ഡാമേജ് ഉണ്ടാക്കാം. അതായത് പ്രോപ്പറായിട്ട് മൂത്രസഞ്ചിയിൽ നിന്ന് പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു മൂത്രം കിഡ്നിയിലേക്ക് തിരിച്ച് കയറാനുള്ള സാധ്യതയുണ്ട്. ഇത് കിഡ്നി റിലേറ്റഡ് കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കാൻ കാരണമാവാറുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് മൂത്രത്തിൽ ഇൻഫെക്ഷനൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇത് മൂത്രസഞ്ചിയിൽ ഇൻഫെക്ഷൻ ഉണ്ടാക്കാനും അതേപോലെ തന്നെ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിക്ക് ക്രോണിക് ആയിട്ട് ഇൻഫെക്ഷൻ ഉണ്ടാക്കാനും കാരണമാവാറുണ്ട്. അതുകൊണ്ട് തന്നെ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വീക്കം ഉണ്ടെങ്കിൽ അത് തുടക്കത്തിലേ ട്രീറ്റ് ചെയ്ത് നിങ്ങൾ നോർമലാക്കുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ മാക്സിമം മാനേജ് ചെയ്ത് കൊണ്ടുപോവുക എന്നുള്ളതാണ്. ഇതുപോലെ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വീക്കം അല്ലെങ്കിൽ മൂത്രം ഒഴിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ബുദ്ധിമുട്ട്, ഉദ്ധാരണക്കുറവ്, സമയക്കുറവ്, ഇങ്ങനത്തെ ബുദ്ധിമുട്ടുകൾക്ക് വേണ്ടിയിട്ട്
സംശയങ്ങളോ ചികിത്സയ്ക്കോ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഞാൻ ഡോക്ടർ ടിനു എസ്, സീനിയർ കൺസൾട്ടൻറ്റ്, ഡോക്ടർ ബാസിൽ ഹോമിയോ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല.